മൊബൈൽ ഫോണുകളുടെ അമിത ഉപയോഗം നമ്മളിലൊരു കമ്പാരിസൺ മെൻറ്റാലിറ്റി ഉണ്ടാക്കും. ആളുകൾ അവരുടെ ബ്രൈറ്റ് സൈഡ് ഓഫ് ലൈഫ് ഇടുന്ന റീൽസും സ്റ്റാറ്റസും ഒക്കെ കണ്ടിട്ട് നമുക്കതില്ല എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിൽ എപ്പോഴും ഒരു അൺഹാപ്പിനെസ് ഉണ്ടാകും. നമുക്കുള്ളതിനെപ്പറ്റി നമ്മൾ ഹാപ്പി ആകത്തില്ല, വീണ്ടും വീണ്ടും നമ്മൾ അൺഹാപ്പി ആവും. നമ്മൾ ധാരാളം സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യും. ഈ സ്ട്രെസ് ഹോർമോൺ നമ്മുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യും. മൊബൈൽ ഫോണുകൾ വർക്കിംഗ് പ്ലേസിൽ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രെസ്സ് കൂട്ടുകയുള്ളൂ. ധാരാളം അത് ഫീഡ് ചെയ്യുന്ന നെഗറ്റീവ് ഇൻഫർമേഷൻ നമ്മുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യും. ഇത് താങ്കളുടെ സ്ട്രെസ് ലെവലിൽ കൂട്ടും, താങ്കളുടെ വർക്കിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടും. അതൊരു റിലാക്സിംഗ് ആയിട്ട് തോന്നും, പക്ഷേ ആക്ച്വലി അത് നമ്മുടെ സ്ട്രെസ്സ് കൂട്ടുകയാണ്. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ സ്ട്രെസ്സ് നമ്മുടെ കുടുംബജീവിതത്തെയും നമ്മുടെ വന്ധ്യതയെയും നമ്മുടെ സെക്ഷൽ ലൈഫിനെയും അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഡിജിറ്റൽ വേൾഡിലോട്ടുള്ള തിരിയൽ നമ്മൾ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയുടെ എല്ലാത്തിൻ്റെയും ഒരു നെഗറ്റീവ് പിക്ചറിനെ പ്രൊജക്റ്റ് ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരിലും വിശ്വാസമില്ല. റിലിജനെ പറ്റിയും എല്ലാ വാല്യൂസിനെ പറ്റിയും കോൺട്രവേഴ്സ്യലായിട്ട് വരുന്ന ഇൻഫർമേഷൻ നമ്മളിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഫീലിങ്സ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. അതുകൊണ്ട് സ്ട്രെസ് കൂടുന്നുണ്ടെന്ന് തോന്നിയാൽ താങ്കളുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അത് ഒരുപക്ഷെ താങ്കളുടെ ന്യൂ ഹോർമോൺ പാറ്റേണെ കൺട്രോൾ ചെയ്യാൻ സഹായിച്ചു എന്ന് വരാം. ഈ മൊബൈൽ ഫോൺ കണ്ടുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ പ്രോബ്ലം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നു. ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുമ്പോൾ വീണ്ടും നമ്മുടെ ന്യൂറോ ഹോർമോൺ പാത്വേ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് റിലാക്സേഷന് വേണ്ടി മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം.